ഇന്നലെയാണ് ടി ജി മോഹൻദാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഇന്ന് രാവിലെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ് എന്ന് മനസ്സിലാക്കുകയാണ്. ഡൽഹിയിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ അധിക്ഷേപ വിദ്വേഷ പരാമർശം നടത്തിയതിൻ്റെ പേരിലാണ് നീണ്ട 11 ദിവസത്തിന് ശേഷം ടി ജി മോഹൻദാസിനെതിരെ കേസെടുത്തത്. ഇപ്പോൾ സിജോ വി ജോൺ വിശദാംശങ്ങളുമായി ചേരുകയാണ്. സിജോ, അറസ്റ്റ് രാവിലെ രേഖപ്പെടുത്തിയതാണ്, ഇനി കോടതിയിൽ ഹാജരാക്കണം. തുടർന്നുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? ഇപ്പോൾ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്കാണ് ടി ജി മോഹൻദാസുമായി പോലീസ് പോയിരിക്കുന്നത്. അല്പസമയം തന്നെ വൈദ്യപരിശോധന നടക്കും. അതിനുശേഷം വഞ്ചിയൂർ കോടതിയിൽ ഹാജരാക്കും. കസ്റ്റഡിയിൽ ആവശ്യപ്പെടാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും അങ്ങനെ കസ്റ്റഡി അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് വളരെ വൈകാതെ തന്നെ കടക്കുകയും ചെയ്യും. അതേസമയം ജാമ്യാപേക്ഷയുമായി നീങ്ങാൻ വേണ്ടിയിട്ടാണ് ടി ജി മോഹൻദാസ് തീരുമാനിച്ചിരിക്കുന്നത്. പ്രായാധിക്യം ചൂണ്ടിക്കാണിക്കും. അതോടൊപ്പം തന്നെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഈ ചോദ്യം ചെയ്യലൊക്കെ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ റെയ്ഡിൽ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്വേഷണം ഇത്രയും പൂർത്തിയായ സാഹചര്യത്തിൽ ജാമ്യത്തിൽ വിട്ടയക്കുന്ന ഒരു ആവശ്യമായിരിക്കും മുന്നോട്ട് വെക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും അക്കാര്യത്തിൽ കോടതി എന്ത് നിലപാട് എടുക്കുമെന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ചുമത്തിയിരിക്കുന്ന 5 കുറ്റങ്ങളിൽ വകുപ്പുകളിൽ അതിൽ ഒരെണ്ണം കലാപാഹ്വാനമുണ്ട്. അത് നോൺ ബെയിലബിൾ ആണ്. പോലീസ് സ്റ്റേഷനിൽ ജാമ്യം ലഭിക്കുന്നില്ല. പക്ഷേ കോടതിക്ക് വേണമെങ്കിൽ ജാമ്യം നൽകുകയും ചെയ്യാം. ഒരുപക്ഷെ ഈ ഇത്തരം വാദങ്ങൾക്ക് ശേഷമായിരിക്കും എന്ത് തുടർനടപടി സ്വീകരിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. എന്തായാലും ഇന്നലെ വൈകിട്ടാണ് ടി ജി മോഹൻദാസിനെ എറണാകുളത്ത് നിന്ന് കസ്റ്റഡിയിലെടുക്കുന്നത്. അതിനുശേഷം ഇന്ന് പുലർച്ചയോടെ തിരുവനന്തപുരത്ത് എത്തിക്കുന്നു. ശേഷം ഏകദേശം ഒരു 5-6 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലുണ്ടായിരുന്നു. അന്വേഷണവുമായി ടി ജി മോഹൻദാസ് സഹകരിക്കുന്നുണ്ടെന്ന ഒരു കാര്യമാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനിടെ വളരെ നിർണായകമായ ചില തെളിവുകൾ കൂടി അന്വേഷണ സംഘത്തിന് ലഭിക്കുകയും ചെയ്തിരുന്നു. ടി ജി മോഹൻദാസ് അദ്ദേഹത്തിന്റെ ഫോണിലാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അതിനുശേഷം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഫോൺ പരിശോധിച്ചതിൽ നിന്ന് ഈ വീഡിയോ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ കൂടുതൽ തെളിവുകളും ഇത് കണ്ടെത്താൻ സാധിച്ചത് അന്വേഷണ സംഘത്തോളം വളരെ നിർണായകമാണ്. ഇനി കോടതി എന്ത് നിലപാടെടുക്കും എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. വിദ്വേഷ പ്രസംഗം അപ്പോൾ കോടതിയിൽ ഹാജരാക്കുന്നതിന് മുന്നോടിയാണ് ഇപ്പോൾ ടി ജി മോഹൻദാസിനെ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോകുന്നത്.